ഹായ്, വെൽക്കം ടു എജുബ്ലിസ് ലേണിംഗ്. ഇന്നത്തെ കാറ്റഗറി 4-ന്റെ സൈക്കോളജി ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ടായിരുന്നു? വളരെ സിമ്പിൾ ആയിരുന്നു അല്ലേ? അതായത് ബേസിക് അതിൻ്റെ സർഫസ് ലെവലിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോന്ന് കൃത്യമായിട്ട് നമ്മൾ ആ ടോപ്പിക്കുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സിലബസ് മൊത്തമായിട്ട് കവർ ചെയ്താൽ തന്നെ കിട്ടാവുന്ന ചോദ്യങ്ങളായിരുന്നു. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ചിന്തയ്ക്ക് മേലുള്ള ചിന്തയാണ് അതീത ചിന്ത അല്ലേ? എന്താണ്? മെറ്റാ കൊഗ്നിറ്റീവ് തിങ്കിങ്. നമുക്കറിയുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് താഴെ പറയുന്നതിൽ പ്രക്ഷേപണ ശോധകം എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റീവ് ടെസ്റ്റ് അല്ലാത്തതാണ് ചോദിച്ചത്. അത് ഏതാ വരുന്നത്? അത് സോഷ്യോമെട്രിയാണ്. ബാക്കി മൂന്നും പ്രൊജക്റ്റീവ് ടെക്നിക്കുകളാണ്. മൂന്നാമത്തെ നോക്കൂ, സർഗാത്മക ചിന്തയുടെ ആദ്യഘട്ടം അല്ലേ? ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് ഏതാണ്? ഇൻക്യുബേഷൻ, പ്രിപ്പറേഷൻ, വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ ഇവാലുവേഷൻ. അത് പ്രിപ്പറേഷനാണ് അല്ലേ? പ്രിപ്പറേഷനാണ് ആദ്യം വരുന്നത്. നെക്സ്റ്റ് നമുക്ക് which one of the following is growth need proposed by എബ്രഹാം മാസ്ലോ? എബ്രഹാം മാസ്ലോവിൻ്റെ ആവശ്യകത ശ്രേണിയിൽ വ്യക്തി വളർച്ചയുടെ ആവശ്യകതയായി പറയുന്നത്. അപ്പോൾ വ്യക്തി വളർച്ച ഗ്രോത്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് നമുക്കറിയാതെ എന്താണ്? ഓപ്ഷൻ ബി ആണ്. എന്ത്? ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 5 സിനറ്റിക്സ് എന്ന ടെക്നിക്ക് എന്തിനെ ഡിസൈൻ ചെയ്തതാണ്? എന്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഏതു അല്ലേ? തരക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയതാണ്. അത് ക്രിയേറ്റിവിറ്റി, ഇൻട്രസ്റ്റ്, മോട്ടിവേഷൻ, സ്കിൽസ്. ആരാണ്? ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ ആൻസർ വരുന്നത്. ക്രിയേറ്റിവിറ്റി. തോണ്ടൈക്കിൻ്റെ പഠന സിദ്ധാന്തങ്ങളിൽ പെടാത്തത് നമുക്കറിയാം. പഠന സിദ്ധാന്തത്തിൽ പെടാത്തത് ഏതാ? ലോ ഓഫ് പ്ലഷർ, ലോ ഓഫ് എഫക്റ്റ്, റെഡിനെസ്, അതുപോലെ എക്സസൈസ്. മൂന്നും പഠന നിയമം തന്നെയാണ്. അടുത്തത്, സ്പോർട്സിൽ വേണ്ടത്ര നിപുണതയില്ലാത്ത കുട്ടികൾ സ്കൂളിലെ സ്പോർട്സ് താരങ്ങളുമായി സൗഹൃദം പങ്കിടുന്നു. എന്തുമായി ബന്ധപ്പെട്ട? ഡിഫൻസ് മെക്കാനിസമാണ്. അതിന് പറയുന്ന പേരാണ് ഐഡന്റിഫിക്കേഷൻ, താതാത്മീകരണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഠിതാവിനെ സമ്മാനിതനാക്കുന്നതിലൂടെ പ്രബലനം നടത്തി പഠനം കാര്യക്ഷമമാക്കുന്ന പഠനരീതി. അതായത് ലേണിംഗ് ഇൻ വിച്ച് ദ ലേണർ ഈസ് റിവാർഡഡ് വിത്ത് ഇൻസെൻറ്റീവ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. നമ്മൾ അത് പറയുന്നതാ ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്. ഏതാണ് അത്? ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്. പ്രവർത്തനാനുബന്ധന സിദ്ധാന്ത പഠനം. ഓക്കെ. അടുത്തത്, വൈകാരിക ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവ് ആരാണ്? ഇമോഷണൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടത് അതാരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ് അല്ലേ? നമ്മുടെ ക്ലാസ് കാണുന്ന ആളുകൾ ഉറപ്പായിട്ടും ഈ ആൻസേഴ്സ് ഒക്കെ എഴുതാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആദ്യ ബാല്യ കാലഘട്ടത്തിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്നിവയെ പറ്റി വിശദീകരിച്ചത് ആരാണ്? അത് എബ്രഹാം മാസ്ലോ അല്ല, സോറി, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പ്രകടനപരമായ ബുദ്ധി പരീക്ഷയ്ക്ക് ഉദാഹരണം ഏതാണ്? അപ്പോൾ ഇതിൽ വരുന്ന റോഷ ഇങ്ക്ബ്ലോട്ട്, അലക്സാണ്ടേഴ്സ് പാസ് അലോങ് ടെസ്റ്റ്, റാവൻസ് പ്രോഗ്രസീവ് മെട്രിക്സ് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർ സെക്ഷൻ. അപ്പോൾ ഇത് രണ്ടും നമുക്കറിയാം പ്രൊജക്റ്റീവ് ആണ്. എന്നാൽ ബാക്കി രണ്ടെണ്ണത്തിൽ ഏതാ വരുന്നത്? അത് അലക്സാണ്ടർ പാസ് അലോങ് ടെസ്റ്റ് ആണ്. അതാണ് പെർഫോമൻസ് ടെസ്റ്റ്. നമുക്കറിയാം നോൺ വെർബൽ, വെർബൽ എന്ന് പറയും. അപ്പോൾ നോൺ വെർബൽ ആണ് പെർഫോമൻസ് ടെസ്റ്റ്. നെക്സ്റ്റ്, ചുവടെ നൽകിയവയിൽ നിന്നും സർഗപരതയുള്ള കുട്ടികളുടെ സവിശേഷത. അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ പ്രത്യേകത അല്ലാത്തതാണ് അല്ലേ? ഡൈവേർജൻ തിങ്കിങ് നമ്മൾ പറഞ്ഞു. ഡൈവേർജൻ തിങ്കിങ് ആണ്. ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി ആണ്. കൺവേർജൻ തിങ്കിങ് അല്ലേ? നോവൽറ്റി ആൻഡ് ഇന്നോവേഷൻ. ഏതാണ്? ഓപ്ഷൻ സി ആണ്. സംവ്രജന ചിന്തയാണ് അതിൽ പെടാതെ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ്? ആർക്കാണ്? പ്രോബ്ലം സോൾവിങ്ങിനാണ് അത് വേണ്ടത്. ക്രിയേറ്റിവിറ്റിക്ക് ഏതാണ്? ഡൈവേർജൻ്റ് ആണ് വേണ്ടത്. നെക്സ്റ്റ്, 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ റിയ ഗണിത ക്രിയകൾ ചെയ്യുമ്പോൾ സ്ഥാനവില സംബന്ധമായ പിഴവുകൾ വരുത്തുന്നു. ഏത് തരം പഠന വൈകല്യമാണ്? അതാണിത്. ഡിസ്കാൽക്കുലിയ. അടുത്തത്, പഠിതാവിൻ്റെ യഥാർത്ഥ വികസന തലവും സംഘടിത യത്നത്തിലൂടെ കൈത്താങ്ങിലൂടെയും ആർജിക്കുന്ന വികസന ശേഷി തലവും തമ്മിലുള്ള വ്യത്യാസം. അതിനാണ് നമ്മൾ പറയുന്നത് എന്താണ്? ആക്ച്വൽ ലേണിങ്ങിൻ്റെയും പൊട്ടൻഷ്യൽ ലെവൽ ഓഫ് ലേണിങ്ങിൻ്റെ ഇടയിലുള്ള ആ ഡിഫറൻസിന് പറയുന്നതാണ് ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, പ്രോക്സിമൽ ഇത് പൊട്ടൻഷ്യൽ ആണല്ലേ? ഞാനും മാറിപ്പോയി. അപ്പോൾ ഏതാണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ. അടുത്തത്, നെക്സ്റ്റ്, പഠനത്തെ സംബന്ധിച്ച സാമൂഹിക സിദ്ധാന്തം, അതായത് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് നോക്കൂ, സോഷ്യൽ ലേണിംഗ് തിയറി നമ്മൾ പഠിച്ചിരുന്നു. സോഷ്യോ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ സോഷ്യൽ ലേണിംഗും വ്യത്യാസമുണ്ട്. സോഷ്യോ കൺസ്ട്രക്റ്റീവ്സ് ആണ് ആര്? നമ്മളെ വൈഗോട്സ്കി. എന്നാൽ സോഷ്യൽ ലേണിംഗ് ആരാണ്? ആൽബർട്ട് ബന്ദുരയാണ്.
നെക്സ്റ്റ്, അനുവിന്റെ കാലിക വയസ്സ് 10. അപ്പൊ നമ്മൾ ഇത് അതുപോലെ മാനസിക വയസ്സ് 14 എങ്കിൽ IQ എത്രയാണ്? ഇതിന്റെ ഒരു കോഡ് ഉണ്ടായിരുന്നടാ, MA/CA × 100. സിമ്പിൾ ആയിട്ട് മെന്റൽ ഏജ് 14, ക്രോണോളജിക്കൽ ഏജ് 10 × 100. നമുക്കറിയാം 100 10, 10 × 14 140. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ലഭ്യമായ വിവരങ്ങളെ ദീർഘകാലത്തേക്ക് ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കുന്ന രീതി, അല്ലേ? മെമ്മറിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് പറയുന്ന പേരാണ് എന്ത്? സ്റ്റോറേജ്. എന്താണ് സ്റ്റോറേജ്? ശേഖരണം എന്നുള്ളത്. നെക്സ്റ്റ്, വ്യക്തിത്വ സവിശേഷത. കണ്ടോ നിങ്ങൾ എന്ത്? ട്രേറ്റ് അപ്രോച്ചിന്റെ വക്താവ് ആരാണ്? ആരാ പ്രപ്പോസ് ചെയ്തത്? അത് ആരാണ്? ആൽപോർട്ട്, അല്ലേ? ആൽപോർട്ടാണ്. നെക്സ്റ്റ്, സ്മരണലേഖ. അതായത് ഹു എമോങ് ദ ഫോളോയിങ് പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് കർവ് ഓഫ് ഫോർഗെറ്റിംഗ് കർവ് ആരാണ് പ്രപ്പോസ് ചെയ്തത്? നമുക്കറിയാം അത് എബിങ്ങാസ് ആണ്. ആരാണ്? എബിങ്ങാസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ സന്തോഷ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന, അതായത് പ്ലഷർ പ്രിൻസിപ്പിൾ പ്രവർത്തിക്കുന്നത് ആരാണ്? അതാരാടാ? ഇതാണെടാ. ഇത് ഈഗോ. ഇതിലെ ഈഗോ, അതുപോലെ തന്നെ ഈഗോ, സൂപ്പർ ഈഗോ. അപ്പൊ പ്ലഷർ പ്രിൻസിപ്പിൾ വരുന്നത് ഇതാണ്, അല്ലേ? നെക്സ്റ്റ്, കുട്ടികളെ അഭിലഷണീയ വ്യവഹാരങ്ങൾ രൂപപ്പെടുത്തുക എന്നതിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം, അതായത് ഷേപ്പിംഗ് ഡിസൈറബിൾ ബിഹേവിയർ ഇൻ ദ സ്റ്റുഡൻസ്. അത് ആരിലാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ്, സോഷ്യൽ ലേണിംഗ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, ഗസ്റ്റാൾട്ട് സൈക്കോളജി. ഏതാണ്? നമുക്കറിയാം അത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലാണ്, അല്ലേ? ഷേപ്പിംഗ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പ്രതിരോധ തന്ത്രത്തിന് ഉദാഹരണം, അതായത് ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഉദാഹരണമാണ് ഇത്. ഇപ്പൊ നേരത്തെ വന്നതിന്റെ ഒരു റിപ്പീറ്റേഷൻ ആണ് ഇത്. പെർസെപ്ഷൻ, റിസപ്ഷൻ, സപ്രഷൻ, റിപ്രഷൻ. ഏതാണ്? അത് റിപ്രഷൻ ആണ്. ഏതാണ്? റിപ്രഷൻ. നെക്സ്റ്റ്, ആശയ സമ്പാദന മാതൃക, അതായത് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിന്റെ പ്രൊപ്പോണന്റ് ആരാ പ്രപ്പോസ് ചെയ്തത്? നമുക്കറിയാം അതിന്റെ വക്താവ് ആരാണ്? ബ്രൂണറാണ്. ആരാണ്? ബ്രൂണറാണ്. ഡിസ്കവറി ലേണിംഗ് തുടങ്ങിയെല്ലാം അത് ഞാൻ പറഞ്ഞില്ല, സർഫസ് ലെവലിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് കാറ്റഗറിയിൽ 4 വന്നിട്ടുള്ളത്. നമ്മുടെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിനൊക്കെ ആൻസർ ചെയ്യാമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരുന്നവയിൽ സിഗ്മണ്ട് ഫ്രോയിഡുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? നോട്ട് റിലേറ്റഡ്. സൈക്കോ അനാലിസിസ് പെടും. കണ്ടീഷനിങ് പെടടാ. ബിഹേവിയറിസ്റ്റുകളുടെ കൺസെപ്റ്റുകൾ അതിൽ പറയുന്നില്ല. കണ്ടീഷനിങ് അദ്ദേഹത്തിൻ്റെതല്ല. സോ ഡ്രീം ഇന്റർപ്രിറ്റേഷൻ, ഈഗോ ഡിഫൻസ് മെക്കാനിസം ഒക്കെ സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെയാണ്. അർത്ഥപൂർണമായ ഭാഷാ പഠനം എന്ന സിദ്ധാന്തത്തിന്റെ വക്താവ്, അതായത് മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് ആരാണ്? ഒസബൽ ആണ്. ആരാണ്? ഒസബൽ. നെക്സ്റ്റ്, പിയാഷയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തവുമായി ബന്ധപ്പെടാത്ത ആശയം. അപ്പൊ നമുക്കറിയാം പിയാഷയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എപ്പോഴും വരുന്നതാണ്. അസിമിലേഷൻ, അക്കമഡേഷൻ, സ്കീം ഒക്കെ അതിലുണ്ട്. സ്കഫോൾഡിംഗ് ഇല്ല, അത് വൈഗോട്സ്കി ആണ്. നെക്സ്റ്റ്, തെറ്റായ ജോഡി കണ്ടെത്തുക. തിയറി ഓഫ് മോട്ടിവേഷൻ മാസ്ലോയാണ്, ശരിയാണ്. തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് കോൾബർഗ്, ശരിയാണ്. തിയറി ഓഫ് ഹയറാർക്കി ഓഫ് ലേണിംഗ് ബ്രൂണർ അല്ല, അപ്പോൾ ഇതാണ് ശരി. നമുക്കറിയാം അത് ഗാഗ്നെയാണ്. ജീൻ പിയാഷയാണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കണ്ടോ, 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരേ മോഡലിൽ വന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ട്. ഇന്റർ കണക്റ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടിയുടെ ആശയവിനിമയ ശേഷിയെയും സാമൂഹ്യ ഇടപെടലിനെയും ബാധിക്കുന്ന ഒരു വികാസ വൈകല്യമാണ് നമുക്ക് എന്ത് പറയാ? ഓട്ടിസം. എന്താ പറയാ? ഓട്ടിസം. നെക്സ്റ്റ്, സന്തോഷകരമായ ഒരു ചോദകത്തെ എടുത്തുമാറ്റി പ്രതീക്ഷിത പ്രതികരണ സാധ്യത കൂട്ടുക, അതായത് റിമൂവൽ ഓഫ് പ്ലസന്റ് സ്റ്റിമുലസ്. നമ്മൾ പറഞ്ഞിരുന്നു ഒരു സ്റ്റിമുലസ് റിമൂവൽ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. എന്താണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്? 30ാമത്തെ ചോദ്യം, ഒരു സാഹചര്യത്തിലെ പഠനം മറ്റൊരു സാഹചര്യത്തിലെ പഠനത്തെ സ്വാധീനിക്കുന്നതിന് പറയുന്ന പേര് നമുക്കറിയാം. ലേണിംഗ് ഇൻ വൺ സിറ്റുവേഷൻ ഇൻഫ്ലുവൻസ് ലേണിംഗ് ഇൻ അനദർ സിറ്റുവേഷൻ. അതിൻ്റെ പേരാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. സോ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള 30 ചോദ്യങ്ങളായിരുന്നു. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് പഠിച്ചവർ ഉറപ്പായിട്ടും 30 തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.